ഗൈസ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട്. കുറേ ദിവസം ഏകദേശം 2 ആഴ്ച അടുത്തായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ രാവിലെ തന്നെ ഇവിടെ നല്ല മഴക്കാറാണ്. അപ്പോൾ കുറേശ്ശായിട്ട് എല്ലായിടത്തും മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ മഴക്കാറൊക്കെ നിന്ന് കുറേയൊക്കെ ഇടിയും കാറ്റും കൊണ്ടുപോകും. അപ്പോൾ പെയ്യുന്നതൊക്കെ കണക്ക് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ഇതേ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ആദ്യം തന്നെ അടുക്കളയിൽ കയറിയിട്ട് കട്ടൻ ചായയാണ് കേട്ടോ ഗൈസ്. ഇത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. കട്ടൻ ചായ എടുത്തിട്ട് നമുക്കൊരു കല്ലിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞാൽ അതിക്കട്ടും കുറുക്കഴിക്കലൊക്കെ കഴിഞ്ഞ് അമ്മ അവനൊന്ന് കുളിപ്പിച്ച് റെഡിയാക്കാൻ കേട്ടോ. അവൻ കുളിക്കുന്ന ടൈമിൽ ഞാൻ അവൻ്റെ കുപ്പിയൊക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ലവ് ലാപ്പിൻ്റെ ക്ലെൻസിങ് ലോഷനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബോട്ടിൽസാണ് അവന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. കൂടുതലും PGൻ്റെ ലവ് ലാപ്പിൻ്റെ ആട്ടോ. എനിക്ക് യൂസ് ചെയ്തിട്ട് കുറച്ച് നല്ലതായിട്ട് തോന്നിയത് ഈ 2 ബ്രാൻഡാണ് കേട്ടോ. കാരണം ലവ് ലാപ്പിൻ്റെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, അതുപോലെ തന്നെ നിപ്പിളും പെട്ടെന്ന് പൊട്ടി പോകത്തൊന്നുമില്ല. ഇവൻ ഓൾറെഡി ഒരാഴ്ച അവൻ ഒരു 7 നിപ്പിളിൻ്റെ ഏതെങ്കിലും കടിച്ച് പൊട്ടിക്കും. അപ്പോൾ സ്റ്റെറിലൈസർ നമ്മൾ യൂസ് ചെയ്യുന്നത് ലവ് ലാപ്പിൻ്റെ തന്നെയാണ് കേട്ടോ. ഏകദേശം അവനൊരു 6 മാസമായിട്ട് നമ്മൾ അമൃത കിടക്കുന്ന ടൈമിൽ വാങ്ങിച്ച സ്റ്റെറിലൈസറാണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയാണ്. അത് തന്നെയാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5 കൊല്ലമായിട്ട് നമ്മൾ യൂസ് ചെയ്യണത് ഇത് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ പച്ച ബോട്ടിൽ വന്നിട്ട് ചിക്കോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ആണ്. ഇത് പുറത്ത് പോകുമ്പോൾ മാത്രം ഇങ്ങനെ പാല് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കണതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മേളത്തെ സ്റ്റാൻഡ് വെച്ചിട്ട് ഫീഡിംഗ് ബോട്ടിൽ ക്യാപ്പൊക്കെ വെച്ച് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 8 മിനിറ്റ് കൊണ്ട് നമുക്ക് നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മുടെ പണിയൊക്കെ ഏകദേശം കഴിയാറായപ്പോഴത്തേക്ക് അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നു കേട്ടോ. അച്ഛൻ രാവിലെ വെളുപ്പിന് ഒരു 3:30-4 മണിയാകുമ്പോൾ പോകും കേട്ടോ. ഇങ്ങനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് പാറമടയിലാണ് അത് ടോറസ് ഓടിക്കുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛൻ ഏകദേശം ഒരു 10-11 മണി 11:30 ആകുമ്പോഴത്തേക്കും തിരിച്ചു വരും കേട്ടോ. അപ്പോൾ അച്ഛനാണ് ആദ്യമല്ല. അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ ആരും വേണ്ട കേട്ടോ ആദ്യം. കാരണം ആ കാണുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് ശരിക്കും വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ അത്രയ്ക്ക് ഹാപ്പിയാണ്, വേറെ ഒന്നും അവന് വേണ്ട. പിന്നെ അച്ഛൻ വന്നപ്പോൾ തന്നെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ. അപ്പോൾ അത് കണ്ടിട്ട് ആൾ കുറേ നേരം ഇങ്ങനെ ഡാൻസ് കളിച്ചു. പിന്നെ ഇപ്പം ചെയ്യുന്ന സ്റ്റെപ്പാണ് കേട്ടോ ഇത്. 2 കൈ ഇങ്ങനെ ആക്കി ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് കുറേ നേരം ഡാൻസ് കളിക്കും കേട്ടോ. പിന്നെ അച്ഛനും അത് കുറേ നേരം ഇങ്ങനെ കണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അവൻ അത്ര ഹാപ്പി ആയിട്ട് കണ്ടിട്ടില്ലേ. വീട്ടിലിരിക്കാത്ത അച്ഛൻ്റെ അടുത്താണ് കേട്ടോ അവന് ശരിക്കും കൂടുതൽ സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ഗൈസ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഞാൻ നിങ്ങളൊരു ആപ്പ് പരിചയപ്പെടുത്തി തരാം. ഇതൊരു ഗെയിമിംഗ് ആപ്പാണ്. 100% ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ്. നമ്മുടെ ഫ്രീ ടൈമിൽ ഇരുന്ന് ഇതിൽ ഒരുപാട് ഗെയിംസ് കളിച്ചിട്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ നമ്മൾ നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് OTP ഒക്കെ വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ക്യാപ്ചർ എൻ്റർ ചെയ്ത് ഒരു സ്ട്രോങ് പാസ്വേഡ് സജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ അക്കൗണ്ട് അതിൽ ക്രിയേറ്റ് ആവും. അതിനുശേഷം നമുക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഗെയിംസ് അതിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഗെയിമാണ് വേണ്ടത് അത് നമ്മൾ ചൂസ് ചെയ്തെടുക്കുക. ഇവിടെ നമുക്ക് എത്രയാണോ ഗെയിമിലോട്ട് ആഡ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചൂസ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഗെയിം ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രാഗൺ ടൈഗർ ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രഡിക്ഷൻ ബെറ്റിംഗ് ഗെയിമാണ്. അപ്പം നമ്മളിവിടെ ടൈഗറിൻ്റെ മേലെയാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ 2ൻ്റെ ഇടയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഒരു 10 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും കൂടുതൽ എമൗണ്ട് കൂടുതൽ വരുന്ന ഏതിലാണോ അത് അവരായിരിക്കും വിൻ ചെയ്യുന്നത്. നമുക്ക് സംടൈംസ് വിന്നിങ്ങിനും ലോസിങ്ങിനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ടൈഗറിൽ 10 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിന്നിങ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് ടൈം നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു റോക്കറ്റിൻ്റെ ഗെയിമാണ്. ഈ റോക്കറ്റിൻ്റെ ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്കറ്റ് നമ്മൾ ടേക്ക് ഓഫ് ചെയ്യണം. ആ ടൈമിൽ നമ്മൾ ക്രാഷ് ആവുന്നതിന് മുന്നേ തന്നെ മാക്സിമം വിഡ്രോൾസ് എടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഫുള്ള് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റും. മാക്സിമം ക്രാഷിംഗ് ലിമിറ്റ് വരെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. വീണ്ടും നമ്മൾ നെക്സ്റ്റ് ഗെയിം ചൂസ് ചെയ്യണം കേട്ടോ. അടുത്ത ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ലാസിക് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിമാണ്. അതൊരു സ്പിന്നിങ് ഗെയിമാണ് കേട്ടോ. ഈ റോയ്സിലൊക്കെ ഒരു പലതരം ഫ്രൂട്ട്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്പിൻ ചെയ്ത് ഒരേപോലത്തെ ഫ്രൂട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഗെയിംസ് ഇതിലുണ്ട് കേട്ടോ. ഇത് വന്നു കഴിഞ്ഞാൽ 777 തണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിമാണ്. ഇതും സെയിം ടൈപ്പ് ഓഫ് സ്പിന്നിങ് ഗെയിമാണ്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ ബൈൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ വിന്നിങ്സ് ഒക്കെ പെട്ടെന്ന് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഗെയിം കളിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാണ്, ക്യാഷ് വെച്ചിട്ടുള്ള കളിയാണ്. സ്വന്തം ഉത്തരവാദിത്തത്തെ തന്നെ കളിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അങ്ങനെ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യം ഒരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട്. കാരണം അവന് സ്പീച്ച് കുറച്ച് പുറകോട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2 വയസ്സായില്ല. അപ്പം ജസ്റ്റ് ഒന്ന് സ്പീച്ച് തെറാപ്പിസ്റ്റിനെ ഒന്ന് കാണിക്കാൻ വേണ്ടി നമ്മളൊരു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. റെഗുലറായിട്ട് അതിനെ കാണിക്കുന്ന ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ് ജസ്റ്റ് ഒന്ന് സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കണ്ടു നോക്ക്, അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ ഉത്സവം കൊടിയേറുക കാരണം നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ റോഡിൽ. അങ്ങനെ നമ്മൾ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് ജസ്റ്റ് പുറത്തിറങ്ങി അവന് കുറച്ച് ടോയ്സ് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടോയ്സ് ഒക്കെ വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു കാർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ചാടി കയറിയിരുന്നു. പിന്നെ അതിൽ നിന്ന് ഇറക്കാൻ നോക്കിയപ്പോൾ ഭയങ്കര കരച്ചിലും കാര്യങ്ങളായിരുന്നു കേട്ടോ. കൂടുതലും ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു 6 months 7 months ഹോസ്പിറ്റലായിരുന്നല്ലോ. അപ്പോൾ നമ്മളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറവായതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആവുന്നത്. ഓക്കെ ആയിക്കോളും എന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ റെഗുലറായിട്ട് ക്ലാസ്സിന് കൊണ്ടുപോകുന്നുണ്ട്. കൂടുതലും അതുകൊണ്ടൊക്കെയാണ് നമ്മൾ വീഡിയോസ് റെഗുലറായിട്ട് ഇടാൻ പറ്റാത്തത് കേട്ടോ. പിന്നെ നമ്മൾ അവനെ കൊണ്ട് വീട്ടിലോട്ട് കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങൾ, കാരണം പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന സാധനങ്ങളില്ല. നമ്മൾ എത്ര വാങ്ങിച്ചു വെച്ചാലും മീൻസ് സോപ്പ് പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർന്നു പോകില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ പോകുന്നത്. പക്ഷേ എനിക്ക് അവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഒത്തിരി കടയിൽ കയറുന്നതിനേക്കാൾ ഒത്തിരി സാധനങ്ങൾ അവിടെ ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീട്ടിലോട്ടുള്ള സാധനങ്ങൾ പിന്നെ അതുകൊണ്ട് ഒരു ജൂനിയർ ഹോളിക്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഗൈസ് എനിക്ക് മനസ്സിലായത് അവിടെ റാക്കിൽ തൊടുമ്പോൾ ഒരു എർത്ത് ഉണ്ടായിരുന്നു. മീൻസ് എന്താ പറയുക, നമുക്ക് പെട്ടെന്നൊരു ഷോക്ക് അടിക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പേടിച്ചാണ് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഞാൻ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ AC എന്തോ കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഞാനൊരു പ്രിങ്കിൾസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പ്രിങ്കിൾസ് ഭയങ്കര ഇഷ്ടമാണ്.
ബോക്സാണ്. അപ്പോൾ അത് അവൻ്റെ കൊടുത്തപ്പോഴത്തേ അവനത് ഓപ്പൺ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലോട്ട് തന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പച്ചക്കറിയും പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപാട് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ചൂടായതുകൊണ്ട് പെട്ടെന്ന് ചീത്തയായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശെ യൂസ് ചെയ്യാനുള്ളത് മാത്രം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഏകദേശം എല്ലാ സാധനങ്ങളും വാങ്ങിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പോകരുതെന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് വെച്ചിരുന്ന സെക്ഷൻ ഞാൻ വീണ്ടും പോയി കഴിച്ചു. കാരണം എനിക്ക് പാത്രം ടിന്നൊക്കെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ആഗ്രഹം തോന്നും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് തൊണ്ട ഉണങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് 2 കരിമ്പ് ജ്യൂസ് വാങ്ങിച്ചു തന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഏതോ പരവേശം എടുത്തിരുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, നല്ല സുഖം ഉണ്ടായിരുന്നു. കാരണം ഈ തൊണ്ട ഉണങ്ങിയിരിക്കുമ്പോൾ ഈ വെള്ളം ഇറങ്ങി പോകുമ്പോൾ നല്ലൊരു സുഖമല്ലേ. അപ്പോൾ അങ്ങനെ ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അതുകൊണ്ട് ഡോക്ടർ മേടിച്ച് കൊടുക്കാൻ പറഞ്ഞ ടോയ്സ്. കാരണം കൂടുതലും കളേഴ്സായിട്ടൊരു എന്താ പറയുക ഒരു കോണ്ടാക്ട് വരാൻ വേണ്ടിയിട്ട് മറ്റേ ബ്രിക്സ് ഇല്ലേ, ബിൽഡിംഗ് ബ്രിക്സ്, അത് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവന് ഈ ബാസ്ക്കറ്റ് ബോളിൻ്റെ ഒരു ഇത് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ കുറേ നേരം അതൊക്കെ ആയിട്ടിരുന്ന് കളിക്കുന്നുണ്ടായിരുന്നു, എൻഗേജ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായി വീട്ടിലോട്ട് ബീഫ് വാങ്ങിച്ചിട്ട്. അപ്പോൾ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബീഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് പോലാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടൊന്ന് ഒലത്തി എടുക്കാൻ വേണ്ടി പലയിടത്തും പല രീതിയിലായിരിക്കും കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഒലത്തി എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ കടുക് ഇട്ടിട്ട് ഞാൻ എപ്പോൾ ചിക്കൻ കറി വെച്ചാലും ബീഫ് കറി വെച്ചാലും 2-3 ഉലുവ ഇടും കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഗൈസ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷേ കരിഞ്ഞു പോലെ നമ്മൾ കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇട്ടു. ചതച്ചിടുന്നതിൽ എനിക്കിഷ്ടം ഇങ്ങനെ അരിഞ്ഞിട്ടിടുന്നതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം നോർമലി എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച സവോളയൊക്കെ ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുത്തിട്ട് മസാല ഇട്ട് വെക്കുക. എനിക്ക് പല സമയത്തും പല സാധനങ്ങളാണ് കേട്ടോ ഗൈസ് കഴിക്കാൻ തോന്നുന്നത്. കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോൾ എനിക്ക് കപ്പയും ബീഫും കഴിക്കാൻ തോന്നി. അന്നേരം ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് കപ്പ പുഴുക്കും ബീഫ് കറിയും വേണം. അപ്പോൾ അമ്മ കപ്പ പുഴുങ്ങി അരപ്പൊക്കെ ഇട്ട് വെച്ചേക്കാണ്. അപ്പോഴത്തേക്ക് എൻ്റെ ബീഫ് കറിയുടെ മസാല സവോള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് മറ്റേ ചതച്ചമുളകും കൂടി ഇട്ടു. ഒരു ഇച്ചിരി ഒരു എരിവായിക്കോട്ടെ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമലി ഇടുന്ന മസാലകൾ കാര്യങ്ങളെല്ലാം ഇട്ട് നല്ല രീതിക്കൊന്ന് വറുത്ത് അതിൻ്റെ ആ പച്ച മണമൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ബീഫ് ഞാൻ ഓൾറെഡി നമ്മുടെ ഉപ്പും മഞ്ഞപ്പൊടിയും ഗരം മസാലയും കുറച്ചിട്ടിട്ട് നല്ല രീതിക്കൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബീഫാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞങ്ങൾ മാത്രമേ ഇവിടെ കഴിക്കത്തുള്ളൂ. അമ്മയ്ക്ക് അങ്ങനെ ബീഫും ചിക്കനൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. പൊതുവേ അമ്മയ്ക്ക് മീനോടാണ് കേട്ടോ കൂടുതൽ താല്പര്യം. അപ്പോൾ നമ്മുടെ മസാലയ്ക്ക് ഏകദേശം സെറ്റ് ആയപ്പോഴത്തേക്കും ഞാൻ ആ ബീഫ് വെന്ത വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് ആ മസാല ജസ്റ്റ് ഒന്ന് നല്ല രീതിക്ക് വേവിച്ചെടുത്തു. എന്നിട്ടാണ് നമ്മുടെ ബീഫ് ഇട്ടത്. ബീഫ് അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അരപ്പിലോട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ മതിയായിരുന്നു കേട്ടോ. ലാസ്റ്റ് നമ്മൾ കുരുമുളക് പൊടി മല്ലിയിലേക്ക് ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് എടുത്തു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ വെച്ചുകൊണ്ട് പറയില്ല. പിന്നെ നമുക്ക് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധനങ്ങൾ കൂടുതൽ ആദ്യമുള്ളതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ തവണ ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ ബ്രഷ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് പഴയതൊന്ന് മാറ്റണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മീമിയുടെ ഒരു ബോട്ടിൽ ബ്രഷാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കൊടുത്തിരുന്ന MRP എന്ന് വെച്ച് കഴിഞ്ഞാൽ 222 രൂപ എന്തോ ആയിരുന്നു. പക്ഷേ എനിക്ക് ഡെലിവറി ചാർജ് എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഏകദേശം 243 രൂപ. ഇതിൽ 2 ബ്രഷാണ് കേട്ടോ വരുന്നത്. ഒരു ലോങ് ബ്രഷും പിന്നെ ഒരു നിപ്പിൾ ക്ലീനിങ് ബ്രഷും വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വൈകിട്ട് മീൻ വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ബീഫ് കൂട്ടി ചോറുണ്ടെന്ന് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ മീൻ വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി മീനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി മഴയായിരുന്നു കേട്ടോ. ഒരാൾക്ക് മഴ കണ്ടപ്പോഴത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ഒരു വിധത്തിൽ പിടിച്ച് വീട്ടിൽ ഇരുത്തേക്കായിരുന്നു കേട്ടോ. പിന്നെ കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി മഴയൊക്കെ കാണിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യക്കൂടെ ഫസ്റ്റ് ടൈം കടലിൽ ഇറക്കിയ സമയത്ത് അവൻ കരഞ്ഞ് ഭയങ്കര വെള്ളം ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഇപ്പം അവന് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. പൂളായാലും കനാലായാലും കടലായാലും അവൻ വെള്ളത്തിൽ നിന്ന് കയറിയല്ലേ പിന്നെ അവനെ പിടിച്ച് കയറ്റി കഴിഞ്ഞാൽ അവൻ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീണ്ടും എനിക്ക് നല്ല രീതിക്ക് വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് എനിക്ക് പിന്നെ കഴിക്കാൻ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ KFC ആണ് കേട്ടോ. KFCയുടെ ഒരു റൈസ് ഉണ്ട്, ഒരു ബിരിയാണി റൈസ് ഉള്ളത് റൈസ് ഉണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് അവരുടെ ആ ഗ്രേവി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് പോർഷനുള്ളൂ കേട്ടോ. റേറ്റ് കുറച്ച് കൂടുതലാണ്, പക്ഷേ പോർഷൻ കുറച്ചുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം കൊടുത്തു. അവൻ ഇങ്ങനത്തെ റൈസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടാൽ മാത്രം അവൻ രണ്ടാമത് ഒന്ന് വാങ്ങത്തുള്ളൂ കേട്ടോ. ഞാൻ വാങ്ങിച്ച് 2 സ്പൂൺ കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഗൈസ്. അതിന് 2 പീസ് ചിക്കൻ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കി റൈസ് മുഴുവൻ തിന്നത് ഇവിടെ ഇരിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടേക്ക് കെയർ.